ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളിൻ്റെ പേര് സാഗർ എന്നാണെന്ന് അറിയുന്ന മേഘനും പ്രതാപനും മതിമറന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിലും കൊക്കയിൽ വീണ് മരിച്ചത് കണ്ണനും മാർക്കോയും തന്നെയാണോ, ഇനി കണ്ണൻ രക്ഷപ്പെട്ടിട്ട് മാർക്കോയും ലോപ്പസും ആണോ മരിച്ചത് എന്നുള്ള കാര്യം അവരെ വല്ലാതെ തന്നെ ടെൻഷനിലാക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലെത്തുന്ന മാർക്കോയോടും ലോപ്പസിനോടും ICUയിൽ കിടക്കുന്ന ആളുടെ പേര് സാഗർ എന്നാണെന്ന് പറയുമ്പോൾ അത് വെച്ച് ഒരു കളി കളിക്കാൻ തന്നെ മാർക്കോ തീരുമാനിക്കുന്നു. ശേഷം തൻ്റെ ഫോണിലെ മറ്റൊരു നമ്പറിൽ നിന്ന് മേഘനെ വിളിക്കുകയും മാർക്കോയും കണ്ണനും തീർന്നു എന്നും സാഗറാണ് ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നത്, അവനെയും വേണമെങ്കിൽ തീർക്കാം എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് മേഘൻ. സാഗറിനെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, എന്തായാലും മാർക്കോ തീർന്നു കിട്ടിയല്ലോ, നമുക്ക് നേരിട്ടൊന്ന് കാണണം, ഇനി ഞാൻ പൈസയുമായിട്ട് കാത്തിരിക്കാമെന്നും മേഘൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടി തന്നെ കൊടും കാട്ടിൽ വെച്ച് കണ്ണൻ സാറിനെ തീർക്കാനായിട്ട് ആളെ വിട്ടത് മേഘനും പ്രതാപനും തന്നെയാണെന്നുള്ള കാര്യം മാർക്കോയും കണ്ണനും സാഗറും തിരിച്ചറിയുന്നു. ശേഷം സാഗറും ഇനി അവരുടെ കണ്ണിൽ പെടരുതെന്നും അവർക്ക് വലിയൊരു ഷോക്ക് കൊടുത്തുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ക്ലൈമാക്സ് എന്നെല്ലാം മാർക്കോ അവരോടായിട്ട് പറയുന്നുണ്ട്. കണ്ണൻ്റെ കോള് കിട്ടുന്ന മഹിക്കാണെങ്കിൽ കണ്ണൻ യാതൊരു ആപത്തും കൂടാതെ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, കണ്ണേട്ടനൊന്നും സംഭവിക്കില്ലെന്ന്. സ്വന്തം ജീവൻ കളഞ്ഞും കണ്ണേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കാത്തവരാണ് കണ്ണേട്ടൻ്റെ കൂടെ പോയിട്ടുള്ളത്. ഇനി കണ്ണേട്ടൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണം, എത്രയും പെട്ടെന്ന് ഏട്ടത്തി ഒരു കുഞ്ഞിൻ്റെ അമ്മയാവണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സന്തോഷിക്കുന്നു. ശേഷം പ്രതാപൻ മേഘനോട് പറയുന്നുണ്ട്, നീ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് കരുണമോളെ അറിയിക്കണം, ഞാനും അമ്മയോട് ചെന്ന് വിവരം പറയട്ടെ. ഇനി അടുത്ത കാര്യങ്ങൾ എന്ത് വേണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും കണ്ണനും മാർക്കോയും തീർന്നു കഴിഞ്ഞു, എങ്കിലും സ്വത്തിൻ്റെ 3/4 ഭാഗവും ഇപ്പോഴും മഹാലക്ഷ്മിയുടെ പേരിലല്ലേ എന്ന് പറയുമ്പോൾ ഇനി അവളെങ്ങാനും കേസിന് പോവോ, കൂട്ടിന് ആനന്ദം ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ കാര്യങ്ങൾ ഇത്രയ്ക്ക് സ്മൂത്തായിട്ട് ചെയ്യാനറിയാമെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട്, അവളുടെ കാര്യവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്കിളെ, നമുക്കിനി ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണമെന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയും കണ്ണനും തീർന്നു എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്ന കരുണയാണെങ്കിലും സന്തോഷം കൊണ്ട് മതിമറക്കുന്നുണ്ട്. തുടർന്ന് ദുർഗയെയും ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു. വിഘ്നേശ്വരൻ്റെ മുന്നിൽ തേങ്ങ നന്നായിട്ട് ഉടഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചതാണ്. അതുമാത്രമല്ല, മോളുടെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ അയ്യപ്പ ഭഗവാനെ ചെന്ന് കണ്ട് വഴിപാടും പൂജയൊക്കെ കഴിപ്പിച്ചതല്ലേ, ഇനി മഞ്ജുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞുകൂടി പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം ഉണ്ണി ചോദിക്കുന്നുണ്ട്, കരുണ ഇത് സത്യം തന്നെയാണോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മേഘേട്ടൻ ഹോസ്പിറ്റലിൽ പോയി വിവരം അറിഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അവിടെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ആൾ സാഗറാണ്. മേഘേട്ടനെ ഉപേക്ഷിച്ച് പോയ മഞ്ജുവിന് അങ്ങനെ തന്നെ വരണം, ഇനി അവളുടെ കുഞ്ഞുകൂടി പോകണം. പിന്നെ മഹാലക്ഷ്മി, കണ്ണനില്ലാത്ത ലോകത്ത് അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയരുത്. നമ്മളോട് ചെയ്തതിനൊക്കെ നമ്മൾ അവളോട് പകരം ചോദിക്കണം. കണ്ണീർ ഒഴുക്കാനേ അവൾക്കിനി നേരമുണ്ടാകാൻ പാടുള്ളൂ. ഇനി കമ്പനിയും ബിസിനസ്സും എല്ലാം തറവാടും എല്ലാം നോക്കി നടത്തേണ്ടത് ഉണ്ണിയേട്ടനാണെന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ ഉണ്ണിയോട്. പിന്നീട് കാണിക്കുന്നത് മേഘനാണെങ്കിൽ വീട്ടിലെത്തി വാമനോടും സീമന്തിനിയോടായിട്ട് പറയുന്നുണ്ട്, ഇത്തവണ നമ്മൾ ജയിച്ചുവെന്നും മഹാലക്ഷ്മി ദൈവിക ശക്തി ഉള്ളവളാണെന്നൊക്കെയല്ലേ അച്ഛൻ പറയാറുള്ളത്, അവളെ നമുക്ക് ജയിക്കാൻ കഴിയില്ല എന്നും അച്ഛൻ പറയാറുണ്ടല്ലോ. പക്ഷേ ഇത്തവണ ഞാൻ ജയിച്ചു. ഇനി കമലേശ്വരം ജ്വല്ലറിയും തറവാടും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണ്. സ്വാതിയുടെ കല്യാണം പൊന്നും പണ്ടും ഒക്കെ ആവശ്യത്തിലധികം കൊടുത്ത് അമ്മ ആഗ്രഹിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മൾ നടത്തും എന്നെല്ലാം പറയുമ്പോൾ തുടർന്ന് ഇനി മഹാലക്ഷ്മിയുടെ കാര്യം, അവളെയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് തീർക്കേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല മേഘ. നീ ഇങ്ങനെ വെറുതെ ദിവാസ്വപ്നം കണ്ടു കൂട്ടണ്ട, നിൻ്റെ സന്തോഷത്തിന് ചിലപ്പോൾ മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നീ ഓർക്കണം എന്നെല്ലാം വാമൻ പറയുമ്പോൾ, ഇല്ല അച്ഛാ, ഇത്തവണ എനിക്ക് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നത് ആ സാഗറാണ്. പിന്നെ കൊക്കയിൽ വീണ് മരിച്ചിട്ടുള്ളത് മാർക്കോയും കണ്ണനെയാണെന്നുള്ള കാര്യം ഞാൻ രണ്ടുപേരെ അവരെ തീർക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു. അത് അച്ഛനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു വിട്ടവന്മാർ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മളുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി മഞ്ജുവിനെയും ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മാർക്കോയാണെങ്കിൽ മേഘനും പ്രതാപനും, അതായത് കണ്ണൻ്റെ മരണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും
നല്ലൊരു കനത്ത തിരിച്ചടി കൊടുക്കാൻ തന്നെയുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ കണ്ണനും സാഗറും മാർക്കോയും ലോപസും തിരിച്ച് മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവർ കാര്യങ്ങളെല്ലാം മഞ്ജുവിനോടും മഹിയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ കാലിൻ്റെ മുടന്ത് മാറി എന്നറിഞ്ഞത് മഹിയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും കൊടും കാട്ടിൽ വെച്ച് പ്രതാപനും മേഘനും പറഞ്ഞു വിട്ട ഗുണ്ടകൾ കണ്ണനെ കൊല്ലാൻ നോക്കിയെന്നുള്ളൊരു കാര്യം വല്ലാതെ തന്നെ മഹിയെ തകർത്ത് കളയുന്നുണ്ട്. കണ്ണേട്ടന് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ പൊട്ടിക്കരയാണ് കേട്ടോ. തൻ്റെ പ്രാർത്ഥനയും ഇവരൊക്കെ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനാ എന്ന് മഹി എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, ഇനിയാണ് നമ്മൾ യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. എൻ്റെയും കണ്ണൻ സാറിൻ്റെയും മരണം കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചും അവരാഘോഷിക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് മഞ്ജുവിന് ചായയിൽ പൊടിയിട്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ കാര്യങ്ങളും മഹിയും മഞ്ജുവും കൂടിയിട്ട് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്രയുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്ന അവർക്ക് നല്ല തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് മാർക്കോ തീരുമാനിച്ചിരിക്കുന്നത്. മഹിയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. കാരണം കൊടുങ്കാട്ടിൽ വെച്ച് കണ്ണന് നേരെ വീണ്ടും വധശ്രമം ഉണ്ടായി. അതുമാത്രമല്ല തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ചും തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്താനായിട്ട് പ്രതാപൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇനി അയാളെ എങ്ങനെ വെറുതെ വിടരുത്, അയാളുടെ ആ ഒരു മുഖം മൂടി വലിച്ചു കീറണം. ഇത്രയും കാലം താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മഹാരഹസ്യം കണ്ണനെ അറിയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെ മഹാലക്ഷ്മി ഇതേ സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ മഹി ആ ഒരു സത്യം എല്ലാവരും കേൾക്കെ തന്നെ അവിടെ തുറന്നു പറയാണ് കേട്ടോ. ഇത്രയും കാലം കണ്ണേട്ടനെ വീൽ ചെയറിൽ തളർത്തിയിട്ടതും കണ്ണേട്ടൻ്റെ എല്ലാമായ അച്ഛൻ്റെ ജീവൻ എടുത്തതും പ്രതാപൻ ഓടിച്ചിരുന്ന ആ വണ്ടി ആ ഒരു ആക്സിഡൻറ്റിൽ അങ്ങനെയാണ് എന്നുള്ള കാര്യം, പ്രതാപനാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി, അയാളാണ് കൊലപാതകി എന്നുള്ള ഒരു കാര്യം മഹി എല്ലാവരെയും കേൾക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് മാർക്കോയും കണ്ണനും ഒക്കെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്